ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണിൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ്? എന്താണ് കറണ്ട് ഫീലിങ്സ്? എന്താണ് യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ജഡ്ജ്മെൻ്റ് ആണ് ആദ്യം തന്നെ നമുക്ക് വന്നത് കേട്ടോ. ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ്. സോ അത് കാണിച്ചു തരാൻ പറ്റില്ല. ഫീലിങ്സ് എന്താണ് യൂണിവേഴ്സ് പ്ലീസ് ആൻസർ മീ. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഫീലിങ്സ് ആണ്. 7 ഓഫ് സൂട്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഫീലിങ്സ് എന്താണ്? ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ്. ഇത്രയും കാർഡ്സ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്ന കാർഡ് ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ. ഈ ജഡ്ജ്മെൻ്റ് കാർഡിനകത്ത് ഈ പേഴ്സൻ്റെ ചേഞ്ചിനെയാണ് പറയുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഈ പേഴ്സണ് ഒരുപാട് ചേഞ്ചുകൾ സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതായത് ഇവർക്ക് ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മേ ബി ഇവർക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു എനർജിയിൽ നിന്ന് ഒരു ഹീലിംഗ് എനർജി അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് എനർജി വന്നിട്ടുണ്ട് കറൻ്റ്. ഓക്കെ, അപ്പം അത് എന്താണെന്ന് വെച്ചാൽ 7 ഓഫ് സോട്ട്സിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഇപ്പം മെയിൻലി ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പം സ്റ്റിൽ അതില്ലായിരിക്കാം, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു കമ്മ്യൂണിക്കേഷനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളത്. അതും ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ അല്ല, നല്ല പ്രോപ്പർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ. പക്ഷേ കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വരുമ്പം ഇവർ ഫീലിങ്സിനെല്ലാം ഭയങ്കര ഹൈഡ് ആക്കിയിട്ട് വെക്കുന്നു. ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഒരു ഈഗോ കാണിക്കുന്നത് പോലെ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവരൊരു ബാലൻസ്ഡ് ആക്കി വെക്കുന്നത് പോലെ. ഒരുപാട് ഇമോഷൻസ് ഉണ്ട് നിങ്ങളുടെ അടുത്ത്, ബട്ട് അതില്ലാത്തതുപോലെ ഒരു അഭിനയിക്കുക, ആക്ട് ചെയ്യുക. എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്ന പോലെയാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജി വരുമ്പം ഇത് നിങ്ങളെ മീറ്റ് ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ അങ്ങനെ വല്ല തീരുമാനം എടുത്തിരിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ പേഴ്സൺ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ പേഴ്സൺ തോറ്റു തരാനൊന്നും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനകത്ത് ആർഗ്യുമെൻറ്റ്സ് കാര്യങ്ങളുണ്ടാകാം. അതായത് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇവർ തോറ്റു തരത്തില്ല. ഇവരാണ് ഫ്രോഡ്. ഇവരൊരു നെഗറ്റീവ് വൈബ്രേഷൻ. ഇവരാണ് ഈ റിലേഷൻഷിപ്പിൽ ഫ്രോഡ് ഓർ ആക്ട് ചെയ്തിട്ടുള്ള ആൾ. ബട്ട് സ്റ്റിൽ അവരത് സമ്മതിച്ചൊന്നും തരത്തൊന്നുമില്ല. അവർക്ക് ഈഗോ അവരങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഫീലിങ്സിനകത്ത് എല്ലാം അവർ തുറന്നു പറയും നിങ്ങളുടെ അടുത്ത്. അതായത് അവർക്ക് ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് അത് ഇങ്ങനെ എന്താ പറയുക, എൻ്റെ ഒരു ഈഗോ വെച്ച് പറയണത് പോലെ ആയിരിക്കും പറയുക. അത് നമ്മൾ താഴ്ന്നു തരില്ലേ, അവരാണ് തെറ്റ് ചെയ്തതെങ്കിൽ പോലും താഴ്ന്നു തരിക. അത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഒരു ഈഗോ എനിക്കിവിടെ കാണുന്നുണ്ട്. പിന്നെ ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. ഓക്കെ, ഇത് ഇത്രയും നാളും സ്റ്റിൽ സ്റ്റക്കായി നിന്നിട്ടുള്ള ഒരു പേഴ്സൺ എനർജിയാണ്. ഇങ്ങനെ നിന്നിട്ടുള്ള ഒരു സ്റ്റക്കഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ലെറ്റ് ഗോ ചെയ്ത് മാറി നിൽക്കുമായിരുന്നു അവർ. അതിൽ നിന്നൊരു ചേഞ്ച് എന്തായാലും ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും നാളും ലെറ്റ് ഗോ ചെയ്തു മാറി നിന്നു, ഒന്നും മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇനി അങ്ങോട്ട് അവർ പറയാനാണ് പോകുന്നത്, തുറന്നു പറയാനാണ് പോകുന്നത് കേട്ടോ. പോസിറ്റീവാണ്, അത് ക്ലെയിം ചെയ്യുക. ഫീലിങ്സ് എന്താണ്? എന്തുകൊണ്ടാണ് ഇപ്പം ഇവർക്ക് ഇങ്ങനൊരു ചേഞ്ച് വരാനുള്ള റീസൺ എന്താണ്? ഓക്കെ, 6 ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവർക്ക് ഉണ്ടായിരുന്നു. സ്റ്റിൽ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഇത്രയും നാളും ഒരു സൈലൻ്റ് ആയിട്ട് നിന്നത്. ബട്ട് ഇപ്പോഴും അത് ഉണ്ട്, പക്ഷെ അവരതിൽ സാറ്റിസ്ഫൈഡ് അല്ല. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല. അവർ മനസ്സോടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ആവശ്യമുണ്ട് അവർക്ക് എന്നുള്ളതാണ്. ഓക്കെ, അതായത് പഴയ കാര്യങ്ങളെല്ലാം മിസ് ചെയ്യുക. ആ ഒരു മിസ്സിങ്ങിൻ്റെ പേരിലാണ് അവർ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാൻ തയ്യാറായിരിക്കുന്നത്. ഓക്കെ,
4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളടുത്ത് പൊസസീവ്നെസ് ഉള്ളൊരു പേഴ്സൺ, നിങ്ങളടുത്ത് വളരെയധികം പൊസസീവ്നെസ് ഉണ്ട്. അതിൻ്റെ റീസൺ നിങ്ങളുടെ സ്നേഹം വേറെ എവിടെയും പോകാൻ പാടില്ല, നിങ്ങളുടെ സ്നേഹം വേറെ ഒരു പേഴ്സണും പോകാൻ പാടില്ല, അവർക്ക് തന്നെ വേണം. നിങ്ങളുടെ സ്നേഹം അവർക്ക് തന്നെ വേണം, നിങ്ങളുടെ പ്രസൻസ് അവർക്ക് തന്നെ വേണം, അതൊന്നും വേറെ എവിടെയും പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് തിരിച്ചു വരുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും അതിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല, അവർ ഓക്കെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെയാണ് ബെറ്റർ എന്നുള്ളൊരു തിരിച്ചറിവ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നതുകൊണ്ട് തന്നെ മേ ബി അതൊരു കർമ്മയായിട്ട് അവർക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ടാകാം. അപ്പോൾ അതൊരു തിരിച്ചറിവും കൂടിയാണ്. ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ പേഴ്സൺ എന്തായാലും. 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്ന പേഴ്സണാണ് കേട്ടോ. കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫീലിങ്സിനകത്ത് മെയിൻലി പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്, നിങ്ങൾ കൂടെ വേണം. അവരുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോഴും അവർ ഒരു വശത്ത് നിങ്ങളെ ചിന്തിക്കും. അത് ചിലപ്പം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര സപ്പോർട്ടീവായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം. നിങ്ങൾ കൂടുതലായിട്ടും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ അത് കോൾ വഴിയായിരിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് വഴിയായിരിക്കാം. കൂടുതലും ടൈം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മെയിൻലി ഓർമ്മ വരിക നിങ്ങളുടെ ഒരു ഭാഗമാണ്. നിങ്ങളെവിടെ, നിങ്ങളെന്ത് എന്നുള്ളൊരു ചിന്ത അവർക്ക് പോകും. ഓക്കെ, അതായത് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും കോൺസെൻട്രേഷൻ കിട്ടില്ല. ഓക്കെ, അതിൻ്റെ റീസൺ നിങ്ങളാണ്. അപ്പം നിങ്ങൾ കാരണം അവർ ബുദ്ധിമുട്ടുന്നുണ്ട്, അതായത് നിങ്ങളുടെ ഓർമ്മകൾ കാരണം അവർ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ ആ പേഴ്സൺ നിൽക്കുന്നില്ല. പക്ഷെ നിങ്ങളതൊക്കെ പറയുന്നുണ്ടാവും, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇങ്ങനെ സങ്കടമാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷെ ആ പേഴ്സൺ അത് ബാലൻസ്ഡ് ആക്കി വെച്ചേക്കുവാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതൊക്കെ ബാലൻസ്ഡ് ആക്കി വെച്ചേക്കുവാണ്. അത് തുറന്നു പറഞ്ഞ് എക്സ്പ്രസ് ഒന്നും അവർ ചെയ്യുന്നില്ല. പക്ഷെ അത് നിങ്ങളടുത്ത് തുറന്ന് പറയും, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വരും എന്നുള്ളത് കാണുന്നുണ്ട് കേട്ടോ. ഈഗോ ഉണ്ടെങ്കിലും അത് അവർ ആ ഈഗോയിൽ തന്നെ ഇങ്ങനെ പറയുമായിരിക്കും, എനിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുമായിരിക്കും. 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണിത്. ഹാർട്ട് ബ്രേക്ക് ഉണ്ട് ഈ പേഴ്സണും. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട് ഇവർ സഫർ ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് കാരണം ഇവർ സഫർ ചെയ്യുന്നുണ്ട്, അപ്സെറ്റ് ആവുന്നുണ്ട്, നല്ല രീതിക്ക് കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. ആകെ കൂടെ ഇങ്ങനെ മൈൻഡ് സെറ്റ് കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. ഇമോഷണൽ പെയിൻ നല്ല രീതിക്ക് തന്നെ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ആ പേഴ്സൺ ഹാപ്പി ആയിരിക്കും, ബട്ട് അങ്ങനെയല്ല. അവരുടെ കോൺഷ്യസ് മൈൻഡിനകത്ത് അവർ ഇമോഷണലി നിങ്ങളുമായിട്ട് നല്ലോണം കണക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അതായത് സംടൈംസ് നിങ്ങൾക്ക് ഈ പേഴ്സണുമായിട്ട് ഭയങ്കരമായിട്ടൊരു കണക്ഷൻ വരുന്നത് പോലെ, ഒരു ടെലിപ്പതിക്കലി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് ആ പേഴ്സൺ അവിടെ ആ ഒരു എനർജിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. ആ പേഴ്സൺ ആ ഒരു മിസ്സിങ് എനർജിയിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്കും ഇവിടെ മിസ്സിങ് എനർജിയിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവുന്നത് കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരികയാണ്, പെട്ടെന്ന് നിങ്ങൾക്കൊരു മിസ്സിങ് എനർജി വരുന്നുണ്ടെങ്കിൽ അത് ആ പേഴ്സൻ്റെ ഇമോഷണൽ പെയിൻ ആണ്. ആ ഇമോഷണൽ കണക്ഷൻ നിങ്ങളുമായിട്ട് ടെലിപ്പതിക്കലി കണക്റ്റ് ആവുന്നതാണത്. ഓക്കെ, എന്ന് കരുതിയിട്ട് നിങ്ങൾ അപ്പോൾ തന്നെ ചാടി കയറിയിട്ട് അവർക്ക് ഇമോഷണലി അവർ കണക്റ്റ് ആണല്ലോ, ഇമോഷൻസ് ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ പേഴ്സൺ ഈഗോയെ കാണിക്കത്തുള്ളൂ. കാരണം ഈഗോ പേഴ്സണാണ്, ഈഗോ ഉണ്ട് ഈ പേഴ്സണ്. ബട്ട് സ്റ്റിൽ അവർക്കൊരു ചേഞ്ചും വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് വിട്ടു തരാൻ തയ്യാറല്ല, ബട്ട് അവരുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ നേടിയെടുക്കുന്നത് പോലെയുള്ളൊരു എനർജി. ഇവിടെ 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. കമ്മിറ്റ്മെൻറ്റ് തരാൻ വരുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണിത്. ഓക്കെ, അതായത് നിങ്ങൾ ചിലപ്പം ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, ഈ പേഴ്സൺ അബ്രോഡ് ആയിരിക്കാം, നിങ്ങൾ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാവുമായിരിക്കും, ഏജ് ഡിഫറൻസ് ആയിരിക്കും. ചിലപ്പം നിങ്ങൾ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഒരു മീറ്റപ്പ്, ഒരു ഡേറ്റിംഗ് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ പേഴ്സൻ്റെ കൂടെ. ഓക്കെ, അത് ഹാപ്പി ആയിട്ടാണ് കാണുന്നത്. ആ പേഴ്സൺ അത് ഒരു സർപ്രൈസ് പോലെ ഹാപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്, ആ ഡേറ്റിംഗ് കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അതൊരു പോസിറ്റീവ് കാര്യമാണ്. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ കാരണം ഈ പേഴ്സണ് ചില ദുസ്വഭാവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഈ പേഴ്സണും സഫർ ചെയ്യുന്നുണ്ട്. അപ്പം അത് മറക്കാൻ, അല്ലെങ്കിൽ അതിൽ അവർക്കൊരു കോൺഫിഡൻറ്റ് കിട്ടാത്തപ്പോൾ, അല്ലെങ്കിൽ ഒരു ഇമോഷണലി സ്റ്റേബിൾ ആവാൻ പറ്റാത്തപ്പോൾ, ഫീലിങ്സിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തപ്പം ഇവർ ചെയ്യുന്നത് ചില ദുസ്വഭാവങ്ങളാണ്. ദാറ്റ് മീൻസ് ഇപ്പം മദ്യപിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ സിഗരറ്റ്, മദ്യം അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ ആശ്രയിച്ച് പോവാണ്. അല്ലെങ്കിൽ അതായത് ചൂതാട്ടം, വെറുതെ
സമയം, ആ ഒരു സമയത്തെ കളയാൻ വേണ്ടിയിട്ട്, ആ മറന്നു പോകാൻ വേണ്ടിയിട്ട് അവരങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയാണ്, ദുസ്വഭാവങ്ങളിൽ ഏർപ്പെട്ടു പോവുകയാണ് എന്നുള്ള രീതിയിൽ അഡിക്ഷൻ ആയി പോവാണ്. മെയിൻലി മദ്യം എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നെടുക്കുക. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ അഡിക്ഷൻ ഉണ്ട്, അത് നിങ്ങൾ കാരണമാണ്, നിങ്ങളുടെ ഒരു റിലേഷൻ കാരണം. ഇപ്പം കോമൺ ആയിട്ടും ഇത് കാണുന്നത് ചിലപ്പോൾ ഫീമെയിൽസ് ആയിരിക്കാം, എല്ലാവരും എന്നല്ല പറയുന്നത്, പക്ഷേ ഫീമെയിൽ ആയിരിക്കാം, മെയിൽ എനർജി ആയിരിക്കാം. ആ ഒരു സമയത്ത് മസ്കുലിൻ എനർജി കൂടുതൽ പോകുന്നുണ്ടാവുമായിരിക്കും. ഓക്കെ, ഫീലിങ്സ് ആണ്. ഓക്കെ, ഇത് വേൾഡ് കാർഡാണ്, കാണിച്ചു തരാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അബ്രോഡ് ആയിരിക്കും, ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുമായിരിക്കും, കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവുമായിരിക്കാം. നിങ്ങൾ ചിലപ്പം ഈ പേഴ്സൻ്റെ ഒരു റിപ്ലൈക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടുമെന്ന് കാണുന്നുണ്ട്. സോ അത് പോസിറ്റീവാണ്, ക്ലെയിം ചെയ്യുക. ഈ പേഴ്സൻ്റെ ഒരു കോൾ ഓർ മെസ്സേജ് ഓർ നിങ്ങൾ കാണാൻ വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത് ലോകം ആയിട്ടാണ്. അതായത് എല്ലാം എന്നൊക്കെ പറയില്ലേ, നമ്മുടെ എല്ലാമാണ് എന്നൊക്കെ പറയില്ലേ, ആ രീതിക്ക് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങൾക്കൊരു പൊസിഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സ്ഥാനം, അത് പണ്ട് നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞു അത് തന്നെയാണ് ഇപ്പോഴും, അതിനൊരു മാറ്റവുമില്ല. പക്ഷേ സ്റ്റിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ഈ പേഴ്സൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയി പോകുന്നത്. പക്ഷേ ഇപ്പം എന്തായാലും തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും തേർഡ് പാർട്ടിയിൽ അവർ ഓക്കെ അല്ല, അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ച് അവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് ചിലപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം അല്ലേ. അപ്പം ഈ പേഴ്സൻ്റെ മീറ്റപ്പ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അതുപോലെ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അഡിക്ഷൻ ഉണ്ട് ഈ പേഴ്സണ്, നിങ്ങളിൽ ഒരു ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ആയി പോവാം. മേ ബി നിങ്ങളെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിങ് അങ്ങനെയായിരിക്കാം. നിങ്ങൾ ഭയങ്കരമായിട്ടും കെയർ ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ പെട്ടെന്ന് അഡ്വൈസ് കൊടുക്കുന്ന, അവരുടെ ലൈഫിലെ പല കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് നിങ്ങളായിരിക്കാം. ഓക്കെ, അത് ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്നതോ അവർക്ക് അഡ്വൈസ് കൊടുക്കുന്നതോ അങ്ങനെ എന്ത് വേണമെങ്കിലും. അപ്പം അത് ആ പേഴ്സണെ സംബന്ധിച്ച് അവർക്കത് അറിയാം, അത് അവർക്ക് ഇപ്പം അറിയാം, നല്ല രീതിക്ക് തന്നെ അറിയാം. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒരു അഡിക്ഷനാണ് അവർക്ക്, നിങ്ങളിലൊരു അഡിക്ഷൻ ഉണ്ട് ഈ പേഴ്സണ്. കിങ് ഓഫ് സോർട്സിന് എനർജിയാണ്. എന്ത് അഡിക്ഷൻ ഉണ്ടായിട്ടും എന്താ, ഈ പേഴ്സൺ ഈഗോ വിട്ടൊരു കളിയില്ല. സംടൈംസ് മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായ്മ വരും. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആകുമ്പോഴായിരിക്കാം ഈ മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായ്മ വരുന്നത്. ഓക്കെ, അപ്പോൾ അവർ ഡിസിഷൻ ചേഞ്ച് ആക്കും. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു മീറ്റപ്പും ഡേറ്റിങ് അത് നിങ്ങൾക്ക് എന്തായാലും പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാം. നിങ്ങൾക്കത് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം എഗെയിൻ നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട്സിനെ കുറിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ പേഴ്സൻ്റെ ഈഗോ ആണ് എല്ലാത്തിനും പ്രശ്നം എന്ന് പറയുന്നത്. അവർക്കതൊന്ന് എക്സ്പ്രസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പക്ഷെ അത് വിട്ടുകൊടുക്കത്തില്ല. അവരാണ് മിസ്റ്റേക്ക് എങ്കിൽ പോലും അവരത് വിട്ടുകൊടുക്കാത്തത് പോലെ. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. യെസ്, ഉറപ്പായിട്ടും തേർഡ് പാർട്ടീൻ്റെ റീസണാണ് ഇവരിങ്ങനെയുള്ളത്. തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫെമിനിൻ എനർജീൻ്റെയാണ് കൂടുതൽ വരുന്നത്. അതായത് ഒരു പെണ്ണിൻ്റെ എനർജിയാണ്. ഫെമിനിൻ എനർജി കൂടുതൽ എന്ന് പറയുമ്പം പെണ്ണിൻ്റെ എനർജിയാണ്. പെണ്ണിൻ്റെ എനർജി കൂടുതൽ എന്ന് പറയുമ്പം കൺട്രോളിങ് ആയിരിക്കും. ഓക്കെ, കൺട്രോളിങ് ആണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. മെയിൽ ഓർ ഫീമെയിൽ ആകാം, പക്ഷേ ഈ മെയിലായാലും ഫീമെയിൽ ആയാലും ഫെമിനിൻ എനർജിയാണ് അവർക്ക് കൂടുതൽ, അതായത് കൺട്രോളിങ് ആണ് അവർക്ക് കൂടുതൽ. സോ ഈ കൺട്രോളിങ് കാരണമാണ് ഇവർക്ക് ഈഗോ വരുന്നതും, ഇവർക്ക് മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായ്മ വരുമ്പം ഇവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് വിചാരിക്കും. എന്നിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ അവരതിനെ വേണ്ടാന്ന് വെക്കും. ഓക്കെ, അതായത് ഒരു കൺഫ്യൂഷൻ ആയി പോകുന്നൊരു സ്റ്റേജ്, വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ അതിനവിടെ ഡിസിഷൻ അവർ മാറ്റും. അങ്ങനെ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കിയത്. മജീഷ്യൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അട്രാക്റ്റ് ആവുന്നുണ്ട്, നിങ്ങൾ വളരെയധികം അട്രാക്റ്റ് ആവുന്നുണ്ട്. ഈ കാന്തൊക്കെ വലിക്കണത് പോലെയുള്ള ഒരു അട്രാക്ഷൻ ഈ പേഴ്സണ് നിങ്ങളിൽ നിന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടും അട്രാക്റ്റ് ആയി പോവാം. ഓക്കെ, അതൊരു നല്ല കാര്യമല്ലേ. നിങ്ങൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി അതായിരിക്കാം. നിങ്ങളുടെ പ്രെയർ, നിങ്ങൾ നന്നായിട്ട് പ്രെയർ ചെയ്യുന്നുണ്ട് ഈ പേഴ്സണ് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക്സ് എടുക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കാം. ഈ പേഴ്സൺ അട്രാക്റ്റ് ആവുന്നുണ്ട് കേട്ടോ നല്ല രീതിക്ക്. നേരത്തെയും അഡിക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, എഫെക്ഷൻ, അട്രാക്ഷൻ. സോ ഈ പേഴ്സൺ നിങ്ങളെയും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്.
പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമുക്കിനി പുതിയ ലൈഫ് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു ന്യൂ ലൈഫ് നിങ്ങളുടെ കൂടെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ ഒരു എക്സ്ട്രാ മാറിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളുടെ കൂടി ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്, വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു സക്സസ് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഒരു വിക്ടറി കാർഡാണ്. റിയൂണിയൻ, ന്യൂ മാരേജ്, ഓക്കെ, അങ്ങനെയൊക്കെയുള്ളതാണ്. അപ്പം മാരേജ് പേഴ്സൺസ് അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഈ മജീഷ്യൻ്റെ കാർഡ് വരുമ്പോഴത്തേക്കും ഈ പേഴ്സണും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവരെ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഉള്ളിൽ നിന്നാണ്, ഇവരുടെ ആഗ്രഹം ജെനുവനാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ കണക്ഷൻ വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു കണക്ഷൻ വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് സ്വയം ഫീൽ ചെയ്തിട്ടുണ്ടാവുക. കൺഫർമേഷൻ, ലവേഴ്സ് കാർഡാണ് കേട്ടോ, ലവേഴ്സ് കാർഡാണിത്. അപ്പം നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഉണ്ട്. ഓക്കെ, അത് കൺഫേം ആണത്. ഒരു സോൾ ടു സോൾ കണക്ഷൻ വരുന്നുണ്ട്. സോ എന്താ, ബോട്ടം ഓഫ് ദ ഡെക്ക് 4 ഓഫ് വൺസ് ആണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ തമ്മിൽ ഇപ്പം പ്രശ്നമുള്ളത് തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണെന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടത്. ഒന്ന്, തേർഡ് പാർട്ടി കൺട്രോൾ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത്, നിങ്ങൾ തമ്മിൽ സോൾ കണക്ഷൻസ് വരുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ ഭയങ്കരമായിട്ടും നിങ്ങളിൽ അട്രാക്റ്റ് ആവുന്നുണ്ട്, നല്ല രീതിക്ക് അട്രാക്റ്റ് ആവുന്നുണ്ട്. മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാത്ത സമയത്താണ് ഈ പേഴ്സണ് ഡിസിഷൻ ചേഞ്ച് ആവുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ കണ്ടേക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ എന്തായാലും ഇപ്പോൾ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ട്. നിങ്ങളെ ഡേറ്റിംഗ് ഓർ മീറ്റിംഗ് ഓർ കോള്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇതവർക്കുണ്ട്. സോ അങ്ങനെ ഒരു അവസരം നിങ്ങൾ കിട്ടുമ്പം നിങ്ങളതിനെ യൂട്ടിലൈസ് ചെയ്യരുത്, യൂസ് ചെയ്യുക. ഓക്കെ, അതായത് മാക്സിമം അതിൽ തന്നെ നിങ്ങൾക്കുള്ള ക്ലാരിറ്റി എടുക്കുക, നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയുക, അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളതിനെ മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ, അതായത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനെ എപ്പോഴും ഏതൊരു റിലേഷൻഷിപ്പിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോഴും തുറന്നു പറച്ചിൽ കുറയുമ്പോഴും പലതും ഹൈഡ് ചെയ്യുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ആൻഡ് അതുപോലെയുള്ള ഡിപ്പെൻഡിങ്ങും കാര്യങ്ങളും. ഒരാൾ മാത്രം പറയുക, ഒരാൾ പറയാതിരിക്കുക, ഒരാൾക്ക് ക്ലാരിറ്റി ഇല്ല, ഒരാൾക്ക് ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ എന്താക്കുക, അത് പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞ് ആർഗ്യുമെൻറ്റ്സ് നടത്താതെ നിങ്ങൾക്കതിന് ആവശ്യമുണ്ടെങ്കിൽ, ഓക്കെ, ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളതിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ഒരു പക്വതയോടെ അതിനെ കൈകാര്യം ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.